അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ട ഒരാളെക്കുറിച്ച് തൻ്റെ ഗുരുവായ തൻ്റെ അധ്യാപകൻ നല്ലത് പറയുക എന്നുള്ളത് ആ മരണപ്പെട്ട മയ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. നമ്മുടെ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് വഫാത്തായപ്പോൾ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ഗുരുവായിട്ടുള്ള ഉസ്താദായിട്ടുള്ള സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മസ്ഊദ് സഖാഫി ഉസ്താദിനെ കുറിച്ച് പറയുന്ന വാക്കുകളുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നല്ലൊരു വായിലായിരുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉസ്താദായിരുന്നു എന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞു വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടെയാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ച അധ്യാപകന്മാരെയും ഗുരുക്കന്മാരെയും മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ അധ്യാപകന്മാർക്കെതിരെ കേസ് കൊടുക്കുകയും അവർക്കെതിരെ അവരെ ചതിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി ഒരു ആദരവും ഒരു ബഹുമാനവും ഇല്ലാത്ത ആധുനിക കാലഘട്ടത്തിലാണ്, അധ്യാപക ഗുരു ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ മാതൃകയാവുന്ന തരത്തിലാണ് മസ്ഊദ് സഖാഫിയെ കുറിച്ച് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഉസ്താദ് ഒരു യാത്രയിൽ ഡൽഹിയിലായിരുന്നിട്ട് പോലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കുറിച്ച് ഇത്ര മനോഹരമായി വർണ്ണിക്കുമ്പോൾ അവസാനമായി പറയാനുള്ളത്, നമ്മുടെ മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഇത് നമുക്ക് കരുതാനാകും. നമുക്ക് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കാം. മസൂദ് സഖാഫി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളും നല്ല വാദനുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ട നേരം ഇന്ന് ഞാൻ ഡൽഹിയിൽ വെച്ചാണ് അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസൂദ് സഖാഫിയുടെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും എല്ലാം പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതത്തെ അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ട വഫാത്തായ നമ്മുടെ ഉസ്താദുമാർക്ക് സ്വർഗത്തിൽ അള്ളാഹു ഉന്നത സ്ഥാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.